എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാനിന്ന് നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണയ്ക്ക് കുറച്ച് തേങ്ങ വെട്ടി ഉണക്കാനുള്ള പ്ലാനാണ്. പ്രാവശ്യം തെങ്ങ് കയറിയിട്ട് നമ്മൾ തേങ്ങ കൊടുത്തില്ല, തേങ്ങയ്ക്ക് വില കുറവുള്ള കാരണം അങ്ങനെ ഇട്ടുകയാണ്. അപ്പം അതിൽ നിന്ന് ഒരു 100 തേങ്ങ എടുത്തിട്ട് നമുക്ക് വെട്ടി ഉണക്കാം. എങ്ങനെയാണ് വെളിച്ചെണ്ണ കാര്യങ്ങളൊക്കെ ആക്കണതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാനാണ്. അപ്പം നമുക്ക് തേങ്ങാപ്പൊളി തുടങ്ങാം. തേങ്ങ പൊളിക്കാൻ നമുക്കൊരു 1 മണിക്കൂർ കൊണ്ടൊക്കെ 100 പൊളിച്ച് തീർക്കാം. അങ്ങനെ നമ്മളെ തേങ്ങ പൊളി കഴിഞ്ഞിട്ടുണ്ട്. പൊളിച്ച് കുറച്ച് 100 തേങ്ങയുടെ മേലേക്ക് ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമുക്ക് കൊണ്ടായിട്ട് വെട്ടിയിട്ട് വെയിലത്ത് വെക്കണം. നമ്മൾ പൊളിച്ച തേങ്ങകൾ പകുതി കൊണ്ട് എടുത്തിട്ട് കൊണ്ടുവന്നുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് വെട്ടണം. വെട്ടുമ്പോൾ നമ്മൾ ഈ തേങ്ങാ വെള്ളം എടുത്തൊക്കെയാണ് ചെയ്യാറ്. അത് നമ്മളെ അരിച്ചിട്ട് വെള്ളപ്പ എന്തെങ്കിലും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ തേങ്ങ പൊളിച്ച് കഴിഞ്ഞു. നമ്മളിപ്പോൾ ഒരു 50 തേങ്ങ പൊളിച്ചുള്ളൂ. മഴക്കാലമായ കാരണം വെയിലിൻ്റെ പ്രശ്നം കാരണം ഒരു ചെറിയ പഴമുണ്ട്. അതുകൊണ്ട് ഒരു 50 എണ്ണം പൊളിച്ചിട്ടുണ്ട്. നമുക്ക് ഈ 50 എണ്ണം ഇനി ഒരു 2 ദിവസം നല്ല വെയിൽ പൊളിച്ച് അതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യണം. അടർത്തിറക്കൽ കാര്യങ്ങളൊക്കെ എന്തായാലും 2 ദിവസം വെയിലുണ്ടതിന് ശേഷം അടുത്ത വീഡിയോ ഇടാം. നമ്മൾ ആ കൊപ്പരമൊക്കെ തട്ടിൻ്റെ മുകളിൽ കയറ്റി പുളി ഉണക്കാനുള്ളതിൻ്റെ ഏരിയത്തേക്ക് തന്നെ. പുളി ഒരു സൈഡിലേക്കായിട്ട് നല്ല മഴയാണ് പെയ്തത്. പുറത്തിട്ടെങ്കിൽ ഉണക്കാൻ പറ്റില്ല. അപ്പം എന്തായാലും നമ്മൾ ചിരട്ട തീ കണലിട്ടിട്ട് ചൂട് കൊള്ളിക്കുക ചെയ്യുക. പുകയല്ല കൊള്ളിക്കുക, തീ പുക കൊള്ളിക്കാൻ പാടില്ല. അപ്പോൾ തേങ്ങ കരിഞ്ഞു പോകും, കറുത്ത കളറാവും. അത് വെളിച്ചെണ്ണയും അങ്ങനെ ആയി മാറും. അങ്ങനെ നമ്മളൊരു ഇതിപ്പോൾ 2-3 പ്രാവശ്യം ഒന്ന് ചിരട്ട തീയിട്ട് നാളേക്ക് പെട്ടെന്ന് അടർന്ന് പോരും. തീയിട്ട് ചൂട് കൊടുത്തപ്പോൾ വിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് അടർത്തി എടുക്കണം. അപ്പം എല്ലാത്തെങ്കിൽ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇതാണ് നമ്മൾ തേങ്ങ അടർത്താൻ ഉപയോഗിക്കുന്നത്. അത് കുറേ കാലങ്ങളായിട്ടുള്ളതാണ്, 10-30 കൊല്ലമായി വീട്ടിലുള്ളതാണ്. പിന്നെ നമ്മൾ തേങ്ങ അടർത്തി എടുക്കുക. അങ്ങനെ നമ്മൾ നാളികേരമൊക്കെ അടർത്തി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കണം. അന്നേരം വെളിച്ചെണ്ണയ്ക്ക് നമുക്ക് ആട്ടാൻ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ആക്കിയിട്ട് ഇത് ഒന്നുകൂടി നന്നായി ഉണക്കണം നമുക്ക്. ഈ എല്ലാ തേങ്ങയും നമ്മളിങ്ങനെ നുറുക്കിയതിന് ശേഷം ഒരു 2 ദിവസം കൊണ്ട് വെയിൽ കൊള്ളിച്ചിട്ട് നമ്മൾ മില്ലിൽ കൊണ്ടായിട്ട് ആട്ടി വെളിച്ചെണ്ണയാക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്പിടാം. നമ്മൾ ആട്ടിയപ്പോൾ നമുക്ക് അങ്ങനെ നമ്മൾ കൊപ്ര ആട്ടി വെളിച്ചെണ്ണ കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ കിട്ടിയത് 5 കിലോ വെളിച്ചെണ്ണ കിട്ടിയിട്ടുണ്ട്. 5 കിലോ കൊപ്രയും കിട്ടിയിട്ടുണ്ട്. കൊപ്ര പിണ്ണാക്ക് ഇപ്പോൾ നമുക്ക് പശുവിന് കൊടുക്കാനായി. നമ്മളിപ്പോൾ 50 തേങ്ങയാണ് വെട്ടിയത്. നമ്മൾ 1/2 കിലോ വെച്ച് നോക്കുമ്പോൾ 25 കിലോ തേങ്ങയാണ് നമ്മളെ വെട്ടിത്തൂക്ക കണക്കനുസരിച്ചിട്ട് ഉണ്ടാവുക. നമ്മൾ കൊടുത്തത് പഴയ തേങ്ങകൾ ഇപ്പോൾ നമ്മൾ കൊടുത്തു കിലോന് 30 രൂപയായിട്ട്. അപ്പോൾ നമുക്ക് 750 രൂപയുടെ തേങ്ങ നമ്മൾ വെട്ടി ഉണക്കി വന്നപ്പോൾ നമുക്ക് 5 കിലോ വെളിച്ചെണ്ണ കിട്ടിയിട്ടുണ്ട്. 5 കിലോ വെളിച്ചെണ്ണ നാടൻ വെളിച്ചെണ്ണയ്ക്ക് 200-250 രൂപയൊക്കെ ഉണ്ട്. 5 കിലോ വെളിച്ചെണ്ണയും പിന്നെ
തേങ്ങ കൊപ്രയ്ക്ക് കിലോന് 35 രൂപ ഉണ്ട്, അതൊരു 5 കിലോനും കിട്ടിയിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല. കാരണം നമ്മൾ 50 തേങ്ങ വെട്ടിയാൽ നമുക്ക് കിട്ടിയത് 5 കിലോ വെളിച്ചെണ്ണയും 5 കിലോ കൊപ്രയാണ്. അപ്പം ഇനി നല്ല വെളിച്ചെണ്ണ എല്ലാ വീട്ടിലും ഉപയോഗിക്കാം.